എന്നിട്ട് പരിപാടി നോക്കണേ ഒന്നും പറയാനോട്ടോ. ഞാനിവിടെ വന്നിട്ടിപ്പോൾ ബീർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെസ്റ്റ് ബംഗാളിൽ ഇവിടെ വയ്യാണ്ടായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട് അഷ്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനവിടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നത്. അവൻ പറഞ്ഞാൽ അവൻ ഓൾ ഇന്ത്യ ചെയ്യണം തന്നെ. അപ്പോൾ അവന് മുന്നോട്ട് സാറ്റർഡേ നടന്നു. അപ്പോൾ ഇതേപോലെ വയ്യാത്ത ടൈമിന് അവൻ അതിൽ നടന്നു. അപ്പോൾ ഞാനിങ്ങനെ വയ്യാത്ത ടൈം ആയപ്പോൾ അവൻ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു വയ്യാത്ത സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അവനെ പറഞ്ഞു ഒരു സ്ഥലമുണ്ട്, ഒരു ലയൺസ് ക്ലബ്ബാണ്. ലയൺസ് ക്ലബ്ബ് എന്നല്ല, ഇവിടെ ഒരാളുണ്ട്, ആളുടെ നമ്പറിൽ തരാമെന്ന് വിളിച്ചു നോക്കി നോക്ക്. ഞാൻ പെട്രോൾ പമ്പിലാണ് വയ്യാണ്ടായിട്ട് രാത്രി കിടന്നിട്ടായിരുന്നേ. അവൻ പറഞ്ഞു കിടന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാനിത് വിളിച്ച സ്ഥലത്ത് നിന്ന് ആകെ 3 കിലോമീറ്റർ നടന്നുള്ളൂ ഇയാളുടെ കമ്പനിക്ക്. അങ്ങനെ ആൾ പറഞ്ഞു ഇവിടേക്ക് വായു സെറ്റാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് വന്നപ്പോൾ ആൾ പറഞ്ഞു മുന്നേ ആഷ്കറൊക്കെ നിന്നിരുന്ന സ്ഥലമുണ്ട്, അവിടെ വേറെ ആൾക്കാർ വന്നിട്ട് പണിക്കാർ വന്നിട്ട് അവിടെ സ്ഥലമില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ക്ലബ്ബുണ്ട്, ലയൺസ് ക്ലബ്ബ്. അതിൻ്റെ ഉള്ളിൽ സ്റ്റെയർ അടിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കിടക്കാൻ ഞാൻ വലിച്ചൊരു വൃത്തികളായിട്ട് എടുക്കണേ. 3 ദിവസം കൂടി നടന്നു. കമ്പക്കെട്ട് ബോർഡിൽ തണ്ടല്ലോ ഓടി കിട്ടിയത് വെച്ചാല് ഇത്ര ദിവസം നാട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. ഞാൻ ഒറ്റയടിക്ക് നല്ല പ്ലെയർ റോഡാണെന്നു. ഞാൻ നല്ല അത്യാവശ്യം ദൂരം പോകട്ടെ ചവിട്ടില്ല. നല്ല വെയിലുണ്ടായിരുന്നു. അതിനകത്ത് ആകെ ക്ഷീണമായി. അങ്ങനെ നീരിറങ്ങി തണ്ടല് ഇലക്കാൻ പറ്റാണ്ടായി. പിന്നെ ജലദോഷമായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തൊരു ചെയ്യേണ്ടത് അറിയില്ല. ആകെ മുഞ്ചിയ അവസ്ഥയായി. അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ ആട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറിയിട്ട് പോയി എന്ന് പറഞ്ഞു. ഇവിടെ വന്നെന്ന് തന്നെ വന്നിട്ട് ഇവർ ഡോക്ടർമാരെ കൊണ്ട് വിട്ടു. ഡോക്ടർ ഒന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു. അങ്ങനെ ഇപ്പോൾ 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നാളെ കാലത്ത് കഴിഞ്ഞ് പോകാൻ വിചാരിച്ചിട്ട്. നാളെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പൊക്കോളം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ കാളി പൂജയാണ് വേണ്ട. ഇത് ബാക്കിൽ പോലീസ് സ്റ്റേഷനായിട്ടേക്ക് കാണുന്നത്. ഇവിടെ ഈ വെസ്റ്റ് ബംഗാൾ ഇങ്ങനത്തെ സൈഡിലൊക്കെ ഈ കാളി പൂജ എന്നുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അവരുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നാളെ അവിടെ പൂജയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തം തിരക്കാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഞാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ ഒരാഴ്ചക്ക് നാട്ടിയപ്പോൾ ഏകാച്ചിയുടെ ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും എല്ലാവരും. അപ്പോൾ പിന്നെ ഇത് അടച്ചിടുന്ന് പറഞ്ഞു വരും. അപ്പോൾ പിന്നെ എനിക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നിട്ടും കാര്യമില്ല. ഇവിടെ എല്ലാ വീട്ടിലും ഇവിടുന്ന് എല്ലാ റോഡിലും ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് ഒരു 15 കിലോമീറ്റർ പോയിട്ട് അമ്പലമൊക്കെ വരണം. അപ്പോൾ ഞാൻ നാളെ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് പോകാൻ വിചാരിച്ചിട്ടാ. രണ്ട് സൈക്കിളൊക്കെ അടിയിലേക്ക്. സൈക്കിള് ഇന്നാണെങ്കിൽ റോഡ് ഭയങ്കര മോശം. ഇവിടെ രാത്രി കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ലോറികൾ പോകും. മറ്റേ ഇവിടെ മൈനുണ്ട്, മറ്റേ കരിങ്കല്ലിൻ്റെ ഒക്കെ ഇതല്ലേ. അപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം ഫുള്ള് ലോറികൾ പോകും. അപ്പോൾ നിറച്ച് വണ്ടികളാവും. ഈ ഫുള്ള് ലോറിയിൽ 5 കളിയാവും. ഒരു കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകെ പൊട്ടിയിട്ട് 5 കളിയാണ് റൂമിലും ഒക്കെ. ഇത് പ്രശ്നങ്ങൾ തോരിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറാണെങ്കിൽ ഫുള്ള് പൊട്ടിയിട്ട് ആകെ ഉണ്ട പരിവാകും. അങ്ങനെ അവസ്ഥ അവിടെ. അങ്ങനെ ഇനിയിപ്പോൾ നാളെ പോകാൻ ചെറുത്തിരിക്കണേ. കുറച്ചാളേ നാട്ടിൽ പോയി നിന്നിട്ട് വന്നപ്പോൾ പെട്ടെന്ന് പടി ചെയ്യാണ്ടായത്. ഇതിപ്പോൾ കുറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പുറമേന മാറി. പക്ഷേ ജലദോഷം മാറിയിട്ടില്ല. ജാതി കപ്പക്കെട്ടും ഒക്കെ കൂടിയിട്ടാണ്. ഇവിടെ നിന്ന് മേഘാലയ പിടിക്കാൻ വെച്ചിട്ട് പോകണം. മേഘാലയ പോയി കഴിഞ്ഞ് വേറെ സീനുണ്ടെന്ന് പറഞ്ഞത്. മേഘാലയയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഒരു മേഘാലയക്കാരെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ വരലായിട്ടുള്ളത് ആൾ അവിടെ ഉള്ളത്. അപ്പോൾ മേഘാലയയിൽ പോയി കഴിഞ്ഞാൽ ടെൻറ്റ് ക്യാമ്പിങ് പറ്റില്ല. ഭയങ്കര പ്രശ്നം. അവിടുത്തെ ലോക്കൽസ് ഒന്ന് കാശ് വാങ്ങുക. അതെന്താ സംഭവം അറിയില്ല. അത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നിലഞ്ഞ് മേഘാലയയിൽ ഷീലോങ് പോയിട്ടാണ് മെയിൻ സ്ഥലത്തേക്കൊക്കെ പോകാന്ന് പറഞ്ഞത്. അപ്പോൾ ഷീലോങ് വരെ എങ്ങനെയും എത്തിയിട്ട് അവിടെ ഒന്നിലും ആരെങ്കിലും കിട്ടാൻ ചിന്തപ്പോൾ സൈക്കിളോടെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വല്ല വണ്ടിയിലൊക്കെ കയറിയിട്ട് കൊണ്ടുവരില്ല. നമ്മൾ വിചാരിച്ചോടത്തേക്ക് എന്തായാലും എത്തില്ല. എത്തിയില്ലെങ്കിലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോടത്ത് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു നാട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞേ. അങ്ങനെയാണ് പ്രശ്നം. അതിൽ പിന്നെ എന്നിട്ട് മേഘാലയയിൽ എന്താ 3 മലകളാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഈ 3 മലകളിലോടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ക്രിസ്ത്യൻസാണ് പറഞ്ഞ ഏറ്റവും കൂടുതൽ അവിടെ. അവരുടെ അതല്ല, അത് ടൂറിസത്തിൻ്റെ എന്ത് ഭാഗമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ അവിടെ ചിലപ്പോൾ ഈ ടെൻ്റ് അടിക്കാൻ സമ്മതിക്കാത്തതല്ലേ. അങ്ങനെ ഈ അഷ്കർ എന്ന് പറഞ്ഞില്ലേ, അവൻ ഇതേപോലെ ഒരു 5-6 സ്ഥലത്ത് ഇങ്ങനെ കാശ് വാങ്ങിക്കുക അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ. കാശ് വാങ്ങിച്ചാൽ ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ മേഘാലയക്കാരൻ നമ്മളെ പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാമ്പിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളെ ആലോചിക്കണേ. മറ്റേ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ ഡിസംബറിൽ നടക്കണം. അതിന് പോകണമെന്നുണ്ട്. അതുകൊണ്ട് വേഗം നോർത്ത് ഈസ്റ്റിൽ വേഗം കിടന്ന് കറങ്ങി കളിക്കലും നടക്കില്ല. അപ്പോൾ മേഘാലയാണ് സീനി. മേഘാലയയിൽ ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞത് എല്ലാവരും. ഒന്നുമില്ലെങ്കിൽ മേഘാലയയിലേക്ക് പോയിട്ട് വേഗം ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. എന്താ ചെയ്യേണ്ടത് അങ്ങനെ ആലോചിക്കണേ. ഇതിനുള്ളിൽ കയറിയിട്ട് ഇനി വെസ്റ്റ് ബംഗാളിൽ ഇവിടുന്ന് എത്ര 400-350 കിലോമീറ്റർ ഉണ്ടെന്നുണ്ട് ഇനി ഇവിടുന്ന് മേഘാലയക്ക്. അപ്പോൾ വേഗം വിട്ട് പിടിക്കാൻ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ ക്ഷീണം മാറാണ്ട് ഇറങ്ങി കഴിഞ്ഞ് വീണ്ടും കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ലയൺസ് ക്ലബ്ബിലത്തെ ആൾക്കാരനെ പറഞ്ഞു ഇവിടുന്ന് പോകും വഴിക്ക് ഒരു 90 കിലോമീറ്റർ കഴിഞ്ഞ് വേറെ ലയൺസ് ക്ലബ്ബ് ഉണ്ട്, വേണമെങ്കിൽ അവിടെ സ്റ്റേ റെഡി ആക്കിയാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 90 കിലോമീറ്റർ നാളെ ഒറ്റയടിക്ക് പോകാൻ നിൽക്കണില്ല, ചിലപ്പോൾ വീണ്ടും പോയിട്ടുണ്ടാവും.
നാളെ കുറച്ചങ്ങനെ പോയിട്ടേ ഒരു 50 കിലോമീറ്റർ അങ്ങനെ പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും വയ്യാണ്ടാവും. അപ്പോൾ അത് ഇരട്ടിപ്പണിയാവും. ഇവരോട് ഞാൻ തൊണ്ട എനിക്ക് കുറച്ച് കുരുമുളക് തരുന്നത് ഇവര് വന്നിട്ട് ആരോ ഇവിടെ കുരുമുളകിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുരുമുളക് കൊടുക്കുന്നു. ഇത് നിറച്ച് കുരുമുളകാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട. വയ്യാണ്ടായിട്ട് ഇതിനുള്ള ഒരു ഫാനില്ല കണ്ടോ. രാത്രി കഴിഞ്ഞ് ഭയങ്കര ചെയ്യുന്ന കൊതുകിലേക്ക് പണ്ടുള്ള കാര്യം കുഴപ്പമില്ല. കൊതുകിൻ്റെ പ്രശ്നമില്ല. ചെയ്യണം ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഇവര് മറ്റേ ഈ സാധനം ഇങ്ങനെ പൊന്നാടാണെങ്കിൽ പൊന്നാടല്ല എന്താ പറയും മറ്റേ ലയൺസ് ക്ലബിൻ്റെ ഒക്കെ സാധനം കിട്ടിയാറിലൊക്കെ പരിപാടി കാണുന്നുണ്ടാ. അവനെ ക്യാമറ ഒന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവർ ഇട്ടത് ഞാനഞ്ച് വയ്യാത്താറിനടുത്ത് ക്യാമറ പോയിട്ട് പിന്നെ അവർ എന്താ സംബന്ധിച്ച് ലയൺസ് ക്ലബിൽ കളിക്കുന്നത് കുറച്ച് നമ്മളെ പോലെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വർത്താനം പറയുക. കൂടുതൽ വർത്താനം പറയില്ല. ഇപ്പം നമ്മളങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ വർത്താനമൊന്നുമില്ല. അവരവരുടെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കുക പരിപാടിയൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ അവരുടെ ഇതിൽ അവരുടെ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നടന്നാൽ വീഡിയോ ഞാൻ വായിച്ചു വെച്ചിട്ട് വെറുതെ അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്ന അയച്ചാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതന്നെ പരിപാടി. നാളെ കാലത്ത് ഒരു 7 മണി കൂടുന്നതിൽ ഇറങ്ങണം. ഇവിടെ എന്ത് പെട്ടെന്ന് വീഡിയോ വരണമെന്ന് പറയും. കാലത്ത് നേരത്തെ തന്നെ ചൂട് വരും. ഭയങ്കര ചൂട്. അവരെ ഇഷ്ടമില്ലാതെ ചൂടെന്ന് പറയും. ഇനി ഇവിടുന്ന് ഹൈവേക്ക് കിടക്കണം. അങ്ങനെയാണ് പരിപാടി. വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല. ഇപ്പോൾ 3 സൈഡിലൂടെ കട്ടാവ് സൈഡിലൂടെ ഇരിക്കുന്നതാണ്. എത്തിയും പോലൊന്നുമില്ല. വന്നാൽ തന്നെ ഒരു മാർക്കറ്റിൻ്റെ അവിടേക്ക് പോയി. പിന്നെ ഇവിടെ ലങ്കപ്പാറ എന്നുള്ള സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റർ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഈ ഇപ്പം ഞാൻ നിൽക്കണമെങ്കിൽ ബീർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലത്തെ ആൾക്കാർ, ആസാമിലത്തെ ആൾക്കാർ, നേപ്പാൾ, ഭൂട്ടാൻ ബോർഡർ വരുന്നത്. പിന്നെ ഈ 20 കിലോമീറ്റർ കഴിഞ്ഞ് നേരെ വരുന്നത് ഈ ലങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ഭൂട്ടാൻ ബോർഡർ വരുന്നത്. പിന്നെ ആസാമിലത്തെ ആൾക്കാർ ഉണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ ലങ്കപ്പാറ എന്നുള്ള സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ആൾക്കാർ മലയാളികളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വന്നിട്ട് പണി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഫുള്ള്. ഒരു എല്ലാവർക്കും മലയാളം അറിയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ സൈക്കിൾ വരുമ്പോൾ തന്നെ സൈക്കിൾ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും മലയാളത്തിൽ എന്തെങ്കിലും ചോദിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ബോർഡ് കേരളം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആൾക്കാർക്ക് മലയാളം അറിയാം. മറ്റേ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഭയങ്കര നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ അഷ്കർ പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട് വണ്ടറിനോട് അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ലങ്കപ്പാറ പോയുള്ള അവർ പറഞ്ഞു പറഞ്ഞാൽ ഇവർക്കൊക്കെ മലയാളം അറിയാം. അവർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് അവർക്ക് കുറേ ശമ്പളം കിട്ടില്ല. അവർ വിചാരം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ജോലി ചെയ്യുന്നവർക്ക് കുറേ ശമ്പളം കിട്ടുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് നല്ലതാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഞാനതിൽ പോകാൻ വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച് വയ്യ. ഇപ്പോൾ 20 കിലോമീറ്റർ അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് 40 ആവും. അപ്പോൾ പിന്നെ ഒന്നാമത് വയ്യ. അത് കാരണം പിന്നെ പോയിട്ടിരുന്നേ. അങ്ങനെ ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചു പോയിട്ട് എന്തെങ്കിലും കാണാണ്ടോ ചോദിച്ചു. കാണാൻ മാത്രമല്ല വില്ലേജ് മാത്രമായി ആളുടെ ആൾക്കാർ അത്ര നല്ല ആൾക്കാരുണ്ട്. കേരളത്തിൽ വരുന്നവർ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ മതി. അങ്ങനെ ലങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ ഈ വയ്യാത്ത നേരത്തെ കുന്ന് കയറ്റാൻ പോകണമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നാളെ നേരെ തിരിച്ചു വന്ന് പോകാന്നുള്ള പരിപാടി അതിൻ്റെ ചൂടെടുത്തിട്ട് വേറെ തുടങ്ങി. എന്ത് ചൂടാ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവരനുസരിച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്ന ആളുണ്ട്. ഫുഡൊക്കെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവർ സെറ്റാക്കുന്നത് ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഫുഡുണ്ടോ. അതെന്ന് പറഞ്ഞാൽ ഫുഡ് കിട്ടണത് നല്ലതാണ്. പക്ഷെ അതല്ല നമ്മൾ ഇവരുടെ സ്റ്റൈലിൽ നമ്മൾ എന്ന സാധനം കഴിക്കുമ്പോൾ നിൽക്കാൻ വേണ്ടി പിടിക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ എന്താ പക്ഷേ റൈസാണ്. പക്ഷേ റൈസും ഇവർക്ക് വേറെ ടൈപ്പ് രസമൊക്കെയാണ്. പക്ഷേ ഒരു വികാരമില്ലാത്ത പോലെയാണെന്ന് അറിയില്ല. ഇപ്പം നമുക്കിപ്പോൾ വെറുതെ ചോറിലേക്കല്ലോ പോയി മറ്റേ എന്തെങ്കിലും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങും. പക്ഷെ ഇവരെ കൂട്ടാനൊക്കെ എന്തൊരു നമുക്ക് പിടിക്കാത്ത ടൈപ്പ്. 2 പ്രാവശ്യം കഴിച്ചു. 3ാമത്തെ തൊട്ട് ആളോട് അല്ല കാലത്ത് വൈകുന്നേരം ഒരു ദിവസം കാലത്ത് വൈകുന്നേരം കഴിച്ചു. പിറ്റേ ദിവസം കാലത്ത് കഴിച്ചു. വൈകുന്നേരം നമുക്ക് ആകുന്ന പോലെ തുടങ്ങി. ഞാൻ പറഞ്ഞു കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളോട്. ഞാൻ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതേ. അവരുടെ ചോറ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറിക്കൊക്കെ എന്തോ പ്രശ്നം. മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ മുകളിൽ തൊലിയൊക്കെ അതേപോലെ ഇട്ടിട്ട് ചെയ്യാം. കാണുമ്പോൾ തന്നെ ഇറക്കി വിടും. അതിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ എന്തോ പോലെ മൊത്തത്തിൽ നമ്മൾ ചിലപ്പോൾ കഴിക്കാത്ത കാരണം എന്തൊരു പ്രശ്നം ആവാതെ പോലെ. ഞാൻ പറഞ്ഞു വ്യത്യാസം വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാവിലെ പോയിട്ട് ഞാൻ വേറെ ഉച്ചയ്ക്ക് ചെല്ലാൻ പറഞ്ഞാണ്. ഇപ്പോൾ വിളിച്ചിട്ട് പറയും ഒരു ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞാണ്. ഉച്ചയ്ക്ക് പോയിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ സെയിം എന്നീ കറികൾ മാത്രമല്ല വേറെ ഒന്നുമില്ല അവർക്ക്. ആദ്യത്തെ സംഭവമൊന്നുമില്ല. ഒരു മുട്ട ഓംപ്ലേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് പണ്ടത്തെ ഒരു കടയാണ് ഇവരുടെ. എത്ര കാലം മുന്നേ പഴക്കമുള്ള കടയാണ്. ഒരു ഖുഷ്ബു എന്നാണ് പറഞ്ഞിട്ട് ഈ ബീർപ്പാറ വരുമ്പോൾ തന്നെ സെൻറ്ററിലുള്ളതാണ്. അങ്ങനെ കാര്യങ്ങൾ നല്ല ആൾക്കാരാട്ടോ. ഫുള്ള് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അങ്ങനെ നാളെ കൊടുത്ത് കാലത്ത് ഞാൻ ഇറങ്ങുള്ളൂ. അപ്പം ശരി മക്കളെ. ഞാൻ ഇവെല്ലാം പോയിട്ട് ചാച്ചാത്തൊക്കെ വയ്യ. തൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് ശരി കാലത്ത് എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്. കാലത്ത് തൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പാടല്ലോ നിറച്ച് കബും ആകെ മറ്റേ ചെണ്ടിക്കുത്ത് പോലെ ഇവിടൊക്കെ ആദ്യം വലിയത് ചിലത് കണ്ടില്ല. പറഞ്ഞു സമാധാനം. പിന്നെ നാളെ ഇറങ്ങാനുള്ള പരിപാടിയാണ്.
ഇതിനുള്ളിൽ ഇരുട്ട് കുറവാണ്, കാരണം സീന ഉണ്ടല്ലേ. ഇതൊക്കെ വലിച്ചു വരി ഇട്ട് കൊടുക്കുക, എല്ലാം ചാർജിങ്. ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കഴിയാറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുത്തിയിട്ടില്ല. ഇപ്പോൾ അഥവാ ഞാൻ അത്യാവശ്യത്തിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ പകുതിക്കുള്ളതുകൊണ്ട് പിന്നെ വെള്ളം ചൂടൊക്കെ എടുത്തിട്ടില്ല. ഇനി പുറമെ വാങ്ങിച്ചിട്ട് ഗ്യാസ് അങ്ങനെ വാങ്ങണം പോയിട്ട്. അപ്പോൾ ശരി മക്കളെ, ഞാൻ പോയിട്ട് കിടക്കട്ടെ കേട്ടോ, വയ്യ. ഞാൻ അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.